അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട സാദാത്തുക്കൾ, ഉലമക്കൾ, പ്രാസ്ഥാനികമായി എൻ്റെ ആത്മീയമായ പ്രവർത്തകർ, വളരെ കാലിക പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യം പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സാഹിത്യോത്സവ് 2024 രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന അന്തർദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് രണ്ട് പരമപ്രധാനമായ കാര്യമാണ്. ഒന്ന്, ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ സമ്പന്മാരിൽപ്പെട്ട അംബാനിയുടെ മകളുടെ കല്യാണത്തെ രാജ്യത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിലെ ആരാധനാലയങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല മതേതര സ്വഭാവമുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാരാഷ്ട്രയിൽ കർസേവകരാൽ തട്ടിത്തകർത്ത് തരിപ്പണമായത് ഭരണപ്രതിപക്ഷ മൗനത്തോടുകൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അംബാനിയുടെ കല്യാണത്തിനെ ഏറ്റവും കൂടുതൽ പ്രചോദകനമാക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്ത് നായകനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്, അറിയപ്പെടുകയാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അംബാനിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്ത നടൻ ഷാറൂഖിനോടൊപ്പം നീത അംബാനി ആനന്ദ നൃത്യം നാറാടി രാജ്യത്തിന്റെ പത്രങ്ങൾ അത് എഴുതി. അവിടെയൊന്നും സംസ്കാരത്തിന്, സാംസ്കാരിക ഭാരതത്തിന് പോരലേൽപ്പിക്കുന്ന ഒരു വാർത്ത പോലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നീത അംബാനിയോടൊപ്പം നടൻ സൽമാൻ ഖാനും ഷാറൂഖും ഡാൻസ് നടത്തിയത് ജിഹാദി ഡാൻസ് ആയിട്ട് മാധ്യമങ്ങൾ എഴുതിയില്ല, ചർച്ച ചെയ്തില്ല. ലോകം ചർച്ച ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അംബാനിയുടെ മകളുടെ കല്യാണത്തിന് 5000 കോടി രൂപ ചെലവ് ചെയ്തു. മകൻ ഇട്ട ഡ്രസ്സില് ഒരൊറ്റ ഷർവാണിക്ക് 260 കോടി രൂപ വിലപിടിപ്പുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് സാഹിത്യോത്സവില് ഈ കാര്യം സൂചിപ്പിച്ചത്. അവിടെ ഒരാള് നായകനായി, അംബാനിയുമല്ല, നിധ അംബാനിയുമല്ല, ഷാറൂഖുമല്ല, സൽമാനുമല്ല, ലോകം ഒരാളെ നിലപാടുകളിൽ ഉറച്ചു നിന്ന നേതാവായിട്ട് പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ട് എന്റെ പാർട്ടിക്കാരനല്ല അദ്ദേഹം. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകത്ത് അറിയപ്പെട്ട നിലപാടിന്റെ ഉടമയായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. എന്തിന്റെ പേരില്? താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യ രാജ്യത്തിനും പുറത്തുമുള്ള PROകൾ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടുകളോളം കാലമായി അദ്ദേഹത്തിനെ പലപ്പോഴും ഭരണപക്ഷത്തിലുള്ളവർ പപ്പു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് ആട്ടി ഓടിച്ചപ്പോൾ ഇന്ന് ലോകം ഇരു കരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നായകനായി ചിത്രീകരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ശബ്ദം കേൾക്കാനിടയുള്ള വിദ്യാർത്ഥികൾ, ഏറ്റവും പുറകിലിരിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. സാംസ്കാരിക കേരളത്തിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നവമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എന്തിന്റെ പേരിലാണ്? രാഹുൽ ഗാന്ധിജി ആ കല്യാണത്തിനുള്ള ആഹ്വാനം തിരസ്കരിച്ചതിന്റെ പേരിൽ താൻ എടുത്ത നിലപാടിൽ
ഉറച്ചു നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെ നായകനായി അംഗീകരിച്ചു. എല്ലാവരും ആ കല്യാണത്തിൽ പങ്കെടുത്തു. ഭരണപ്രതിപക്ഷ ഭേദമെന്നെ പലർക്കും ആ കല്യാണത്തിന് സ്വീകരിക്കേണ്ടി വന്ന ആഹ്വാനം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കമ്മിറ്റഡ് ആണ്, അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, നിഷേധിക്കാൻ പറ്റാത്ത ബന്ധമാണ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർക്ക്. പക്ഷേ ഭാരതത്തിന്റെ സംസ്കാരത്തിന്, രാജ്യത്തിന്റെ സംസ്കാര ചുവടുവെപ്പിന് യോജിച്ചതല്ല ഈ നിലപാട് എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് പദവിയിലുള്ള പ്രതിപക്ഷ നേതാവ്, ഇസഡ് കാറ്റഗറിയോടൊപ്പം ഐ പ്രൊട്ടക്ഷനോട് കഴിയുന്ന ക്യാബിനറ്റ് നേതാവ് ആ കല്യാണ ചടങ്ങ് നിരസിച്ചു. താൻ എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാടിന് വിരുദ്ധമായിട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയില് അദ്ദേഹത്തിന്റെ പക്വമായ വളർച്ചയ്ക്ക് പിന്നില് ഒരു സംസ്കാര യോജിപ്പോടുകൂടിയുള്ള PR വർക്കുണ്ട് എന്ന് നമുക്കിതിനെ അടിവരയിട്ടുകൊണ്ട് പറയാൻ പറ്റും. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ സംസ്കാര സമ്പന്നമായ സാമൂഹ്യമടിയുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉറച്ച നിലപാട് പറയാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ പതിറ്റാണ്ടുകളുടെ PR വർക്ക് വേണ്ടി വന്നില്ല ഈ ഉമ്മത്തിന്, വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക്, വിശിഷ്യ SSFന്റെ പ്രവർത്തകർക്ക് എന്ന് ലോകമെമ്പാടുമുള്ള നിലപാടുകളെ വീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് ചരിത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, സാംസ്കാരിക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നടൻ ആസിഫ് അലിയെ സംവിധായകനായ നാരായണൻ ജയരാജും കൂടിയിട്ട് അപമാനിച്ചു. അങ്ങനെ നടൻ ആസിഫ് അലിക്ക് കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക നേതാക്കന്മാരും പിന്തുണ നൽകി. കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാരുടെയും പിന്തുണ ആസിഫിന്റെ പിന്നാലെയാണ്. എന്തേ കാരണം? വലിയ ഒരു വേദി, ഏറ്റവും വലിയ സ്റ്റേജില് ഒരാളുടെ നോവലിനെ ആധാരമാക്കിക്കൊണ്ടൊരു കഥ എഴുതിയിട്ട് അതിന് സിനിമയാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പുള്ള ചടങ്ങിൽ കേരളത്തിലെ മഹാരഥന്മാരാണെന്നറിയപ്പെടുന്ന സിനിമാ നവോമണ്ഡലത്തിലെ, കലാനവോമണ്ഡലത്തിലെ, സാംസ്കാരിക നവോമണ്ഡലത്തിലെ പലരും അവിടെയുണ്ട്. അവരുടെ സാന്നിധ്യത്തില് ഓരോരുത്തരെയും പുരസ്കാരം നൽകി സ്വീകരിക്കുകയാണ്. പെട്ടെന്ന് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന്, മലയാളിയായ കേരളക്കാരനായ മറ്റൊരു നടൻ, ആക്ടർ, അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുവാൻ വേണ്ടി അവതാരിക, ആങ്കർ അവിടെ നിന്ന് ക്ഷണിക്കുന്നു വേദിയിൽ. ആ ആക്ടർ ജാതിയും മതവും സംസ്കാരവും ഒന്നും നോക്കാതെ ഇരുകൈയും സ്വീകരിച്ച് തന്നിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുമെന്ന് കരുതി നാരായണൻ ഇങ്ങനെ മൊമെന്റോ എടുത്തു കൊണ്ടുപോകുമ്പോൾ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മലയാളികൾ കൂടുതലുള്ള നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സാംസ്കാരിക കേരളം അപമാനത്തോടുകൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണത്? ആസിഫിന്റെ കയ്യിൽ നിന്നും ഈ നാരായണൻ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ പുരസ്കാരം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം അത് തട്ടിമാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ജയരാജൻ എന്ന മറ്റൊരു സിനിമാ ഡയറക്ടറെ വേദിയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് ഈ മൊമെന്റോ വാങ്ങി. എന്നിട്ട് സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾക്ക് വിഷ് ചെയ്യുന്നു. ഒരാൾ പോലും കൈയടിക്കുന്നില്ല, ഒരാൾ പോലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. ഇവിടെയാണ് സാംസ്കാരിക കേരളത്തിന് നമ്മൾ നൽകാനിരിക്കുന്ന സന്ദേശം, SSFന്റെ കുട്ടികൾ നൽകാനിരിക്കുന്ന സന്ദേശം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. ഒരിക്കൽ പോലും നിലപാടുകളിൽ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ലാത്ത സംഘടനയുടെ പ്രവർത്തകരായതിൽ അഭിമാനിച്ചുകൊണ്ട് തന്നെ ഇത്തരം വൃത്തികെട്ട സംസ്കാര ശൂന്യമായ സംഭവങ്ങൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയണം. നമ്മൾ സിനിമാ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട വേദിയല്ല ഇത്. പക്ഷേ സാംസ്കാരിക സമ്മേളനമായതുകൊണ്ട് പറയട്ടെ, സാംസ്കാരിക സമ്പന്നരായ നേതാക്കന്മാർ, ഒരുപാട് അനുഭവമുള്ള ലീഡേഴ്സ് ഒക്കെ വേദിയിലുണ്ട്. അവരുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ വേദി സദസ്സും ഇതായതുകൊണ്ടാണ്, സാഹിത്യോത്സവിന്റെ വേദിയായതുകൊണ്ടാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവരമായതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവം
ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിലോ SSFന്റെ പ്രവർത്തകർക്കിടയിലോ ആശങ്കയുണ്ടാക്കുന്ന സംഭവമായിട്ട് മാറിയില്ല. കേരളത്തിലെ സാംസ്കാരിക കേരളം മൊത്തവും ആശങ്കയോടുകൂടെ അപമാനത്തോടുകൂടെ ഒരു സമുദായത്തിൽപ്പെട്ട ആളെ മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ മാറ്റി നിർത്താൻ ശ്രമം നടത്തിയതാണ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ നേതൃത്വത്തിന്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന നിങ്ങളുടെ നേതൃത്വത്തിന്, നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിന് ഒരിക്കലും അത് വിലപിക്കേണ്ടി വന്നിട്ടില്ല. അക്കാര്യത്തില് ചർച്ചയിൽ പങ്കാളികളാകേണ്ടി വന്നിട്ടില്ല. കാരണം SSF സമ്മാനിച്ചിട്ടുള്ളത് സുന്ദരവും സാന്ത്വനവുമായ സമാരംഭത്തിലൂടെ കാന്തനും തളപ്രേയസിയും തമ്മിൽ അനുരാഗത്തിന്റെ സമഞ്ജസത്തിന്റെ സംഗമ സമ്മേളന നഗരിയായി എല്ലാ കാലങ്ങളിലും സാഹിത്യോത്സവിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ രാജ്യത്തിന്, കേരള സംസ്ഥാനത്തിന്, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സംസ്കാര സമ്പന്നമായ വൈവിധ്യമാർന്ന ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വേളയിൽ ഈ സന്ദർഭം മാത്രം ഞാൻ നിങ്ങളോടൊപ്പം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ പറയുന്നു. ഇത്തരം സംസ്കാര സമ്പന്നമാകുന്ന കേരള സംസ്ഥാനത്തില് സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളും പ്രവണതകളും അത് ആക്ട്രസ്മാരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും സംവിധായകരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അത് ഡയറക്ടർമാരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ടാകുന്നത് മതേതര ഭാരതത്തിൽ സൗഹാർദ്ദ കേരളത്തിന്റെ നാളേക്കുള്ള നല്ല സംവിധാനത്തിനുള്ള ഓരോ ചുവടുവെപ്പിനും തടയിടുന്ന ധ്രുവീകരണം ഉണ്ടാക്കുന്ന വ്യവസ്ഥിതികളാണ്. ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടതാണ് ഈ വേദി. വ്യക്തിപരമായി ഞാൻ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ പരിശുദ്ധമാകുന്ന ഖുർആനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി, സാരസമ്പൂർണമായ പ്രഭാഷകന്മാരാക്കാൻ വേണ്ടിയിട്ട് സർഗാത്മകതയിൽ അവരുടെ ശരീരത്തിന്റെയും അവരുടെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിലുള്ള വിവരങ്ങളെ ഓരോരുത്തരുടെയും മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് നമ്മുടെ നാവാകുന്ന ഏറ്റവും വലിയ ആയുധം എടുത്തുകൊണ്ട് ആ ആയുധം നയാഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ള മനുഷ്യ മനസ്സുകളെ കവർന്നെടുക്കുന്ന വാക്ചാനലുകളിലൂടെ സമൂഹത്തിന് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് സാഹിത്യോത്സവം ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഖുറത്തു സാദാത്തിനെ സ്മരിക്കുന്ന വേദിയായതുകൊണ്ട് ആ സ്മരിക്കപ്പെടുന്ന ആ ഒരു സെഷൻ ഇതല്ല എങ്കിലും ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സാഹിത്യോത്സവിലൂടെ നമ്മൾ വളരുമ്പോൾ നമുക്ക് നമ്മെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഖുർആനിലേക്ക് അടുക്കാനുള്ള നമ്മുടെ ഏറ്റവും ഉദാത്തമായ സംവിധാനം ഈ സംഘടനയുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. വിശ്വവിമോചകൻ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊതുജനമധ്യത്തില് ഒരാളെ ആക്ഷേപിച്ച് എന്നിട്ട് രഹസ്യമായി പോയി അവനോട് മാപ്പ് ചോദിക്കുന്നത് ഒരാളെ പരസ്യമായി ജനസമൂഹത്തിനിടയിലെ നഗ്നയാക്കി ശരീരത്തിൽ ഒരു വിവസ്ത്രയാക്കി നിർത്തിയിട്ട് അവസാനം ആരുമില്ലാതപ്പോ മുറിക്കകത്ത് അവൾക്ക് ഉടുപ്പ് കൊടുക്കുന്നത് പോലെയാണ് എന്ന് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കുവാൻ വേണ്ടി കഴിയും. വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കുറിച്ച് പരാതിയില്ലാത്ത പ്രവാചകരാണ്, നമ്മെ കുറിച്ച് ആശങ്കയില്ലാത്ത പ്രവാചകരാണ്. എന്നാൽ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് നമ്മെ കുറിച്ച് പരാതി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സംസ്കാര സമ്പന്നമാകുന്ന നമ്മുടെ ജീവിതത്തിൽ സംസ്കാരത്തിന്റെ വഴിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകേണ്ടത് വിശുദ്ധ ഖുർആൻ ആകുന്ന ഏറ്റവും ഉദാത്തമായ ഗ്രന്ഥമാണ്. ലോകത്തെ ഏറ്റവും പരമോന്നതമായ പ്രഭാഷണങ്ങളിൽ ഒരു പ്രസംഗമാണ് നെൽസൺ മണ്ടേലയുടെ പ്രസംഗം. നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗം എവിടെയാണെന്ന് പറഞ്ഞാൽ 27 കൊല്ലം വീട്ടുതടങ്കിലായി അദ്ദേഹത്തിനെ മോചിപ്പിക്കുവാൻ ജുഡീഷ്യറി തയ്യാറാകാതിരുന്നപ്പോൾ ജഡ്ജിയുടെ മുന്നിൽ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇന്നും ചരിത്രകാരന്മാർ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലോകത്ത് അറിയപ്പെടുന്ന പ്രബലമായ പ്രഭാഷണങ്ങൾ, ആ പ്രസംഗത്തിലെ ഏറ്റവും നല്ലൊരു പ്രസംഗമാണ് നെൽസൺ മണ്ടേലയുടെ പ്രസംഗം. ചെറുപ്പക്കാർ വിരൽ തുമ്പിൽ സഞ്ചരിച്ചാൽ മലയാള പാരിഭാഷയിൽ നെൽസൺ മണ്ടേലയുടെ
ആ 21 നടത്തിയ പ്രഭാഷണം കൃത്യമായിട്ട് കേൾക്കാൻ കഴിയും. ആ പ്രസംഗത്തിന്റെ പേരാണ് ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നാണ് ആ പ്രസംഗത്തിന് ലോകം പേരിട്ടിരിക്കുന്നത്. മലയാളികൾ പാരിഭാഷ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരമദിനത്തിലായിരുന്നു ആ പ്രസംഗം കേരളത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് മലയാളക്കര സമർപ്പിച്ചത്. പക്ഷേ അതെല്ലാം വായിച്ച് സാമൂഹ്യമടിയുന്ന സാംസ്കാരിക സമൂഹത്തിന് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ച ഒരു പരിശുദ്ധ ഖുർആന് ഈ ധാരാളം വായിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള യാത്ര ഈ സംഘടനയിലൂടെ നമുക്ക് ഉണ്ടാകട്ടെ. നമ്മുടെ ആദരണീയരായ ഖുറത്തു സാദാത്ത് അവിടുന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതാൻ ഞാൻ പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്ന്. ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ കുറിച്ച് പരാതിയില്ലാത്തവരാണ്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ഒരു കാര്യത്തിൽ പരാതി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. തമ്പുരാനെ, പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ നിന്ന് എന്റെ സമുദായം അകന്നു പോയി റബ്ബേ എന്ന് നാളെ മഹ്ശറാവൻ സഭയിൽ വിലപിക്കുന്ന ആളുകൾക്ക് എതിരിൽ നമുക്കെതിരെ പരാതി പറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ ധാരാളം ഓതാൻ പഠിപ്പിച്ച മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ സാംസ്കാരിക സമ്പന്നമായ സാഹിത്യോത്സവത്തിന്റെ ഈ പരിശുദ്ധമാകുന്ന വേദിയിലേക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.